بسم الله الرحمن الرحيم. إلى حضرة رسول الله صلى الله عليه وسلم الفاتحة. بسم الله الرحمن الرحيم. وإلى حضرة غوثنا وسندنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും ഔസുല്ലാദ് തങ്ങളും പാപ്പാന്റെ പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ശൈഖ് തങ്ങൾ ജാദിയരി പാപ്പാന്റെ വഴിയിലായി അവിടുത്തെ ഖദമിലായി എന്നെന്നും നമ്മളെ യഖീനോടുകൂടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയുടെ വരികളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞു, വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിൽ അവനവനാന്റെ മശായിഖന്മാരെ കുറിച്ച് അറിയാൻ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ വഴിയിൽ വന്ന മശായിഖന്മാർ അവരുടെ പോരിശയും മഹത്വവും അറിയാൻ വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയാണ് അതിന് ഉപോത്ബലകമായിട്ട് നമ്മളുടെ മുമ്പിൽ വിവരിക്കപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ളത്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയായിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ. മശായിഖന്മാരുടെ നോട്ടം കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോട്ടത്തെക്കുറിച്ച്, മശായിഖന്മാരുടെ തിരുനോട്ടത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് ആ വരിയിൽ. അതുപോലെ മറ്റൊരു വരിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ അതിനാൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നവർ. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുക, വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നവർ. ഇതും മശായിഖന്മാരുടെ തിരുനോട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു വിഷയമാണ്. ഒരു വസ്തുവിനെ ഏതു വിധത്തിൽ ആവണമെന്ന് കരുതി അവര് നോക്കുന്നോ അതേ നിലയിലേക്ക് ആ വേണ്ട വിധത്തിൽ അതിനെ ആക്കാനുള്ള കഴിവ് അവരുടെ നോട്ടത്തിന് ഉണ്ട് എന്നുള്ളതാണ് വളരെ ആഴത്തിൽ
ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വരികളാണത്. മഹാരനായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴി, അതിൽ വന്ന മശായിഖന്മാരുടെ പോരിശ അത്രക്കും വലുതും അത്രയേറെ മഹത്വം നിറഞ്ഞതുമാണ്. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴിയുടെ പോരിശയെക്കുറിച്ച് വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിൽ തന്നെ പല വരികളിലൂടെയായിട്ട് പറയുന്നുണ്ട്. എല്ലാരെ കോഴിയും കൂകിയടങ്ങും മുഹയ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴി എല്ലാ കാലഘട്ടത്തിലും അന്ത്യദിനം വരെ അണമുറിയാതെ നിലനിൽക്കുന്ന വഴിയാണ്. ഇത്തിര പോരിശ ഉള്ളൊരു ശൈഖിനെ ഇട്ടേച്ച വീടേക്ക് പോകുന്നു ലോകരെ. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴി, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ ഇട്ടേച്ച് ആ വഴിയിൽ വന്ന മശായിഖന്മാരുടെ വഴിയെ സ്വീകരിക്കാതെ എങ്ങോട്ടാണ് പോകുന്നത് ലോകരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത്രക്ക് ഏറെ അന്ത്യദിനം വരെ ആത്മീയ വഴികളിൽ ഏറ്റവും സംശുദ്ധവും മഹത്വമാർന്നതുമായ ഒരു വഴിയാണ് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴി. അതിനെക്കുറിച്ച് ബഹ്ജത്തുൽ അസ്റാർ വമഅദിനുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിന്റെ 195-ാമത്തെ പേജിൽ അന്ത്യദിനത്തിൽ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാക്ക് മറ്റ് എല്ലാ വഴികളിലും നിന്നും മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴി മികവാർന്നതാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഒരുപാട് മശായിഖന്മാര്, പ്രമുഖരായ മശായിഖന്മാര്, അവരെല്ലാവരും കൂടി കുന്നാ ഇൻദ ശൈഖ് അൽ ഖുദ്വത്ത് അബി മുഹമ്മദ് അലി ഇബ്നു ഇദ്രീസ് അൽ യഅഖൂബി എന്ന് പറയുന്ന മഹാന്റെ ഹളറത്തില്, ആ കൂട്ടത്തില്, അവിടെ പങ്കെടുത്ത കൂട്ടത്തില് അബൂ മുഹമ്മദ് അൽ ഖാസിം ഇബ്നു ശൈഖ് അബി മുഹമ്മദ്, അബി അഹ്മദ്, അതുപോലെ അങ്ങനെ ഒരുപാട് മശായിഖന്മാർ, അശൈഖ് അബൂ സക്കരിയ, അശൈഖ് അബുൽ ഫറജ് അൽ ഹസൻ ഇബ്നു മുഹമ്മദ്, അശൈഖ് കമാലുദ്ദീൻ, ഇങ്ങനെ കിടയറ്റ വലിയ വലിയ ആളുകൾ മഹാനരായ അശൈഖ് അൽ ഖുദ്വത്ത് അബൂ മുഹമ്മദ് അലി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു അവരുടെ ഹളറത്തിൽ നിൽക്കുന്ന സമയത്ത് അശൈഖ് അസ്സാലിഹ് അബൂ ഹഫ്സ് ഉമർ എന്ന് പറയുന്ന ഒരു മഹാന് ആ ഹളറത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോ ഫഖാല ലഹു ശൈഖ് അലി ഇബ്നു ഇദ്രീസ് അൽ യഅഖൂബി എന്ന് പറയുന്ന ആ മഹാന്, മഹാനരായ ശൈഖ് അസ്സാലിഹ് കടന്നു വന്ന അസ്സാലിഹ് അബൂ ഹഫ്സ് എന്നവരോട് പറഞ്ഞു, ഉഖ്സുസ് അലൈഹിം റുയാക, അങ്ങയുടെ സ്വപ്നത്തെക്കുറിച്ച് ഈ വന്ന ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ അന്ത്യദിനത്തില് മറ്റുള്ള മശായിഖന്മാരുടെ കൂട്ടത്തില് അവിടുത്തെ മഹത്വത്തെ ഓതുന്ന ഒരു സംഭവമാണ് മഹാനവറുകള് കണ്ടത് സ്വപ്നത്തിലൂടെ. മഹാനരായ അബൂ ഹഫ്സ് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് തന്റെ സ്വപ്നത്തെക്കുറിച്ച്, റഅയ്തു ഫിൻ നൗമി,
ഞാൻ ഉറക്കത്തിൽ കണ്ടു കഅന്നൽ ഖിയാമത ഖദ് ഖാമത്ത്, അന്ത്യദിനമായിരിക്കുന്നു. വൽ അംബിയാഉ വ ഉമമുഹും ഖാദിമൂനൽ മൗഖിഫ, അംബിയാക്കളും അവരുടെ ഉമ്മത്തുകളും ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വയത്ബഉൽ അംബിയാഅ അർറജുലാനി വറജുലുൽ വാഹിദു, ഓരോ അംബിയാക്കളെ അനുഗമിക്കുന്നത്, ചില അംബിയാക്കളെ രണ്ടാളുകളെ ഉണ്ടാകുള്ളൂ, ചില ആളുകൾക്ക് ഒരാളെ ഉണ്ടാകുള്ളൂ. അങ്ങനെ അംബിയാക്കൾ അവരുടെ ഉമ്മത്തുമായിട്ട് എത്രയാളുണ്ടോ അവരെയും കൂട്ടിങ്ങനെ വരികയാണ്. സുമ്മ അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഉമ്മത്തിനെയും നയിച്ചു വരികയാണ്. കസ്സൈലി, മലവെള്ളപ്പാച്ചില് പോലെ എന്ന് പറഞ്ഞാൽ, കല്ലൈലി, രാത്രി പോലെ എന്ന് പറഞ്ഞാൽ, കാണാത്തത്ര ദൂരത്തില് പരന്നു കിടക്കുന്ന വലിയ ജനസഞ്ചയവുമായി മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ തന്റെ ഉമ്മത്തിനെയും നയിച്ചു കൊണ്ടുവരികയാണ്. വഫീഹിമുൽ മശായിഖു, ഒരുപാട് മശായിഖന്മാരും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാന്റെ ഉമ്മത്തിലുണ്ട്. വമഅ കുല്ലി ശൈഖിൻ അസ്ഹാബുഹു, മുത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ഓരോ ശൈഖന്മാരുടെ കൂടെയും അവരുടെ മുരീദന്മാരുണ്ട്, അസ്ഹാബുമുണ്ട്. യതഫാവതൂന അദദൻ വ അൻവാറൻ വ ബഹ്ജതൻ, ഓരോ ശൈഖിനും ആ ശൈഖിന്റെ അനുയായികളുടെ എണ്ണവും അവരുടെ നൂറും അവരുടെ പ്രഭയും വ്യത്യസ്തമായിട്ടാണ്. വഅഖ്ബല റജുലുൻ ഫീ ഇദാദിൽ മശായിഖി, മശായിഖന്മാരുടെ കൂട്ടത്തിലെ ഒരു ശൈഖ്. മഅഹു ഖൽഖുൻ കസീറുൻ, അവരുടെ മുരീദന്മാര് ഒരുപാടുണ്ട്. യുഫള്ളിലൂന ഗൈറഹും, മറ്റുള്ള മശായിഖന്മാരുടെ കൂട്ടത്തില് അവരെയെല്ലാം മികക്കുന്ന, അവരിൽ നിന്നെല്ലാം ശ്രേഷ്ഠമാകുന്ന രൂപത്തില് ഒരു ശൈഖ്. ഫസഅൽതു അൻഹും, മഹാനരായ അശ്ശൈഖ് സ്വാലിഹ് അബൂ ഹഫ്സ് എന്നവര് സ്വപ്നത്തിൽ കാണുമ്പോ അവര് ചോദിക്കുകയാണ് ആ കൂട്ടമാരാണെന്ന്. ഫഖീല, അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹാദ ശൈഖ് അബ്ദുൽ ഖാദിർ വ അസ്ഹാബുഹു, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയും അനുയായികളുമാണ്. ഫതഖദ്ദംതു ഇലൈഹി, അങ്ങനെ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ചാരത്തേക്ക്, അടുത്തേക്ക് ഞാൻ ചെന്നു. വഖുൽതു, ചോദിച്ചു, യാ സയ്യിദി, സയ്യിദായവരെ, മാ റഅയ്തു ഫിൽ മശായിഖി അബ്ഹാ മിൻക, മശായിഖന്മാരുടെ കൂട്ടത്തിൽ അങ്ങേക്കാൾ ശോഭയാർന്ന, മഹത്വമുള്ള, പ്രൗഢിയുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. വലാ ഫീ അത്ബാഇഹിം അഹ്സന മിൻ അത്ബാഇക, അനുയായികളെ നോക്കുമ്പോഴും അങ്ങയുടെ അനുയായികളെക്കാൾ മികവാർന്ന അനുയായികളെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ ഒരു കവിത ചൊല്ലി, ഇദാ കാന മിന്നാ സയ്യിദുൻ ഫീ അശീറതി
അലാഹാ വഇൻ ളാഖൽ അനാഖു ഖനാഖു ഹമാഹാ എന്ന് പറയുന്ന ഒരു 3 വരിയിൽ വരുന്ന കവിത മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ അവിടെ പാരായണം ചെയ്യുകയാണ്. ഫസ്തൈഖൽതു, അപ്പൊ ഞാൻ ഉണർന്നു, അനഹ്ഫിളുഹുന്ന, അത് മുഴുവനും ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ ആ വരികൾ ഓരോന്നും അവർക്ക് മനപ്പാടമുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാക്ക് അന്ത്യദിനത്തിലുള്ള മഹത്വം, അവിടുത്തെ അനുയായികൾക്ക് അന്ത്യദിനത്തിലുള്ള മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിൽ പറയുന്ന ഓരോ വരികളും അവിടുത്തെ വഴിയെ പിന്തുടർന്ന് അവരുടെ അനുയായികളായി നിലകൊള്ളുന്നവർക്കുള്ള മഹത്വങ്ങളാണ്, പോരിശകളാണ്. അതുകൊണ്ട് മഹാന്മാരായ മശായിഖന്മാര്, ഖാദിരിയ ത്വരീഖത്തിൽ ഉള്ള മശായിഖന്മാരെ പിന്തുടരുക എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഫർളായിട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മശായിഖന്മാരെ പിന്തുടരുക, അവരുടെ വഴി സ്വീകരിച്ചുകൊണ്ട് ദിക്റിന്റെ വഴിയെ സ്വീകരിച്ച് കലിമത്ത് തൗഹീദിന്റെ കാമിലായ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴി സ്വീകരിച്ച് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു മുരീദായി അന്ത്യദിനത്തില് ആവും വിധത്തില് ഒരു ശൈഖിനെ പിടിക്കൽ നിർബന്ധമാണ്. അതാണ് നമ്മളെ ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയില് അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തീര പോരിശ ഉള്ളൊരു ശൈഖിനെ ഇട്ട ചെവിടേക്ക് പോകുന്നു ലോകരെ. ഖാദിരിയ ത്വരീഖത്ത് നിലക്കാത്ത വഴിയാണ്. അതാണ് പറഞ്ഞത്, എല്ലാരെ കോഴിയും കൂകി അടങ്ങുമേ, മുഹയ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. മശായിഖന്മാരുടെ വഴിയിൽ വന്നുകൊണ്ട്, ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിൽ വന്നുകൊണ്ട് അവരുടെ നോട്ടത്തിന് വിധേയരാകുന്ന മുരീദായി മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു മുരീദായി മാറാൻ നമ്മൾക്കൊക്കെ സാധിക്കണം. നമ്മളൊക്കെ അശക്തരാണ്. എന്നിരുന്നാലും അവിടുത്തെ ഔദാര്യം കൊണ്ട്, കൃപ കൊണ്ട് ആ ഒരു ഗണത്തില് നമ്മൾ പെട്ടുപോകണം. അതായിരിക്കണം നമ്മളുടെ ആഗ്രഹവും പ്രതീക്ഷയും. അതിനു വേണ്ടിയായിരിക്കണം നമ്മളുടെ തേട്ടവും. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാനോട് സഹായം ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. മറ്റൊരു സംഭവവും കൂടി പറയുകയാണ്. അബ്ദുല്ലാഹിൽ ജുബായി എന്ന് പറയുന്ന ഒരു മഹാന് പറയുകയാണ്, ബഹ്ജത്തുൽ അസ്റാറിലുള്ള സംഭവമാ. ലഖീതു ബി ഹമദാൻ, ഹമദാൻ എന്ന പ്രദേശത്ത് വെച്ച് ഞാൻ ഒരാളെ, ദിമഷ്കുകാരനായ ഒരാളെ കണ്ടുമുട്ടി. ലരീഫ് എന്ന പേരുള്ള ആലലി, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരാളെ നൈസാബൂർ ഖവാർസം എന്ന പ്രദേശത്തിന്റെ വഴിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. വമഅഹു 14 ജമലൻ, പഞ്ചസാര വഹിക്കുന്ന
ഒട്ടകവുമായി 14 ഒട്ടകവുമായിട്ട് ഒരാള് ഫഖാലലി, ആ മനുഷ്യൻ പറയുകയാണ്, നസൽനാ ഫീ ബരിയത്തിൻ, ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഞങ്ങളെത്തി. ഈ ഒട്ടകക്കൂട്ടങ്ങളുമായിട്ട് ഞങ്ങളെത്തി. മഖൂഫതൻ, വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. ലാ യഖിഫു ഫീഹൽ അഖു മഅ അഖീഹി, പരസ്പരം കൂടെ ആളുകളുണ്ടെങ്കിൽ പോലും നിൽക്കാൻ കഴിയാത്തത്ര പേടിപ്പെടുത്തുന്ന സ്ഥലമാണത്. മിനൽ ഖൗഫി ഫലമ്മാ ഹമൽനൽ അഹ്മാല, അങ്ങനെ ഞങ്ങള് ഈ ചുമടുകളുമായിട്ട് പോകുന്ന സമയത്ത്, രാത്രിയുടെ തുടക്ക സമയത്ത്, ഫഖിദ്നാ അർബഅത ജിമാലിൻ, ഞങ്ങളുടെ 4 ഒട്ടകങ്ങളെ കാണാതായി. മുഹ്മിലതൻ, ആ ഒട്ടകങ്ങള് ഞങ്ങളുടെ ചരക്കുകൾ ചുമന്നിരിക്കുന്നു. അങ്ങനെയുള്ള 4 ഒട്ടകങ്ങളെ കാണാതായപ്പോ ഞങ്ങളതിനെ തേടി. ഫതലബ്തുഹാ, ഞാൻ അതിനെ അന്വേഷിച്ചുകൊണ്ട് പോയി. ഫലം അജിദ്ഹാ, പക്ഷെ കിട്ടിയില്ല. അപ്പൊ കൂടെയുണ്ടായിരുന്ന കാഫില സംഘം അവര് പോയി. ഞങ്ങൾക്ക് അവരെ മുറിഞ്ഞു പോവുകയുണ്ടായി. അപ്പൊ കൂടെയുണ്ടായിരുന്ന ഒട്ടകത്തെ നോക്കുന്ന ആള് എന്നോടുള്ള കാരുണ്യം കാണിച്ചു വഖഫ മഈ, എന്റെ കൂടെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് അന്വേഷിച്ചു. പക്ഷേ ഫലം നജിദ്ഹാ, എന്നിട്ടും കിട്ടിയില്ല. രാത്രി നീളെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഫലം മൻശഖൽ ഫജ്റു, പ്രഭാതം പൊട്ടിവിടരുന്ന ആ നേരത്ത്, ദക്കർതു, ഞാൻ ഓർത്തു, ഖൗല ശൈഖ്, യഅനി അശ്ശൈഖ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. രാത്രിയുടനീളം അന്വേഷിച്ചിട്ട് കിട്ടാതെ നിരാശപ്പെട്ട് നിന്ന ആ സമയത്ത് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വചനം ഓർമ്മയായി. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഇൻ വഖഅത ഫീ ശിദ്ദത്തിൻ ഫനാദാനി ഫഇന്നഹാ തൻകശിഫു അൻക. ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ കുടുങ്ങിപ്പോയാൽ, അകപ്പെട്ടു പോയിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ, ഫഇന്നഹാ തൻകശിഫു അൻക, പ്രയാസത്തിൽ, ആ ദുരിതത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതാണ് എന്നുള്ള മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ ഓർമ്മ വന്നു. ഫഖുൽതു, ഞാൻ പറയാൻ തുടങ്ങിയ ശൈഖ് അബ്ദുൽ ഖാദിർ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, ജിമാലി മറത്ത്, യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജിമാലി മറത്ത്, എന്റെ ഒട്ടകങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ, ഫറഅയ്തു ഫീ ലൗഇൽ ഫജ്രി അവ്വല മൻ ശഖ, പ്രഭാതം പൊട്ടിവിടർന്ന് അതിന്റെ വെളിച്ചത്തില് അങ്ങകലെ ദിക്കിൽ നിന്ന് ഞാൻ ഒരു കുന്നില് ഒരാളെ കണ്ടു. റജുലൻ അലാ റാബിയത്തിൻ, കുന്നിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അലൈഹി സിയാബുൻ ശദീദത്തുൽ ബയാദ്, നല്ല വെളുവെളുത്ത വസ്ത്രം ധരിച്ച ഒരാള്. വഹുവ യുശീറു ഇലയ്യ ബികമ്മിഹി, എന്നെങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. ഐ തആൽ, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് വിളിക്കുന്നു. ഖാല, അവര് പറയുകയാണ്, ഫലമ്മാ സഇദ്നാ അലർ റാബിയത്തി, മലയുടെ ആ കുന്നിന്റെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ലം നറ അഹദൻ, വിളിച്ച ആളെ കാണുന്നില്ല, ആരും കാണുന്നില്ല.
ثم رأينا الأربعة جمال تحت الرابية ബാരികതം ഫിൽ വാദി. ആ മലയുടെ ചെരുവില് 4 ഒട്ടകങ്ങളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഫഅഖദ്നാഹാ വലഹിഖ്നൽ കാഫില, ഞങ്ങൾ അതിനെയും കൂട്ടി യാത്രാ സംഘത്തോടൊപ്പം ചേർന്നു. قال فأتيت الشيخ أبا الحسن علي الخباز رحمه الله. മഹാനരായ ഷെയ്ഖ് അബുൽ ഹസൻ അലി അൽ ഖബ്ബാസ് എന്നവരുടെ അടുത്ത് ഞങ്ങൾ പോയി. വഹദ്ദസ്തുഹു ബിഹാദിഹിൽ ഹിക്കായ, ഈ നടന്ന ഈ സംഭവം മഹാനവറുകളോട് വിശദീകരിച്ചു കൊടുത്തു. അപ്പ മഹാനവറുകൾ പറഞ്ഞു, സമിഅതു ശൈഖ അബുൽ ഖാസിം ഉമർ അൽ ബസ്സാർ എന്നവരെ യഖൂലു പറയുന്നതായിട്ട് കേട്ടു. സമിഅതു ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി, മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ പറയുന്നതായിട്ട് കേട്ട വിവരം അബുൽ ഖാസിം എന്നവർ വിവരിക്കുകയാണ്. എന്താണ് പറയുന്നത്? മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത്, മൻ ഇസ്തഗാസ ബി ഫീ കുർബത്തിൻ, ആരെങ്കിലും പ്രയാസഘട്ടത്തിൽ എന്നോട് സഹായം തേടിയാൽ കശഫ്തു അൻഹു, അവന്റെ പ്രയാസം ഞാൻ തീർത്തു കൊടുക്കുന്നതാണ്. വമൻ ആദാനി ബിസ്മി ഫീ ശിദ്ദത്തിൻ, വല്ല പ്രയാസഘട്ടത്തിലും എന്റെ പേര് വിളിച്ചാൽ ഫറജ്തു അൻഹു, അവന്റെ പ്രയാസം ഞാൻ അകറ്റിക്കൊടുക്കും. വമൻ തവസ്സല ബി ഇലല്ലാഹി അസ്സ വജല്ല ഫീ ഹാജത്തിൻ, വല്ല ആവശ്യവും നിറവേറാൻ അല്ലാഹുവിലേക്ക് ഞാൻ മുഖേന ആരെങ്കിലും തവസ്സുലാക്കിയാൽ ഖുളിയത്ത് ലഹു അലൈതു ലഹു, അവന്റെ ആവശ്യം ഞാൻ നിറവേറ്റി കൊടുക്കുന്നതാണ്. വമൻ സ്വല്ലാ റകഅതൈനി, 2 റകഅത്ത് നിസ്കരിച്ച്, യഖറഉ ഫീ കുല്ലി റകഅത്തിൻ ബഅദൽ ഫാത്തിഹത്തി, എല്ലാ റകഅത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് 11 തവണ ഓതി, യുസല്ലി അലാ റസൂലില്ലാഹി ബഅദസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു. സ്വലാത്തും സലാമും സലാം വീട്ടിയതിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ വയദ്കുറുനി, എന്റെ പേര് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, എന്നെ ഓർക്കുകയും ചെയ്താൽ, സുമ്മ യഖ്തു ഇലാ ജിഹത്തിൽ ഇറാഖ്, ഇറാഖിന്റെ ഭാഗത്തേക്ക് 11 ഖത്വതൻ, 11 ചുവടുകൾ വെച്ചു കഴിഞ്ഞാൽ, വയദ്കുറു, അവന്റെ ആവശ്യം എന്റെ പേരും ആലോചിച്ചുകൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഫഇന്നഹാ തുഖ്ളാ ബിഇദ്നില്ലാഹ്, അവന്റെ ആവശ്യം നിറവേറ്റപ്പെടുന്നതാണ്. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ പേര് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഓർത്തുകൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ബദരീയത്തിന്റെ അവസാന ഭാഗത്ത് വിളിക്കുന്നത്. എത്ര ബൃഹത്തായ, എത്ര പോരിശയാർന്ന, മഹത്വമാർന്ന വരികളാണെന്ന് നമ്മൾ ആലോചിക്കണം. ചുരുങ്ങിയ രൂപത്തില് നമുക്കതൊന്ന് വിശദീകരിക്കായ ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിരി വയാ ഖുതുബ റബ്ബാനി മുഗീസൽ ലിഖുർബതി, മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാനെ ഓരോ പേരിൽ വിളിക്കുകയാണ്. ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ എന്നവരെ ഖുതുബ് റബ്ബാനി, മുഗീസൽ ലിഖുർബതി, എന്റെ പ്രയാസം
ത്തിൽ സഹായിക്കുന്നവരെ, വയാ നൂറ റഹ്മാനി വയാ ഗൗസ സമദാനി എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. മുഗീസൻ സഹായിക്കുന്നവരെ, ലിമൻ നാദാലി ഹൗലിൻ വശിദ്ദതി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും വിളിച്ചവർക്ക് സഹായം, മുഗീസായിട്ടുള്ള സഹായിക്കുന്നവരെ. വയാ ഹംബലി വൽ ജീലി ബിൽ യായി യുൻസബു ഹംബലി മദ്ഹബുകാരെ, ജീലി എന്ന സ്ഥാനപ്പേരുള്ളവരെ, മഹബൂബ് സുബ്ഹാനി എന്നവരെ, ഗിയാസുൽ ബരിയത്തി ലോക ജനതയെ സഹായിക്കുന്നവരെ, ഹസനി കുടുംബത്തിൽപ്പെട്ടവരെ, സുമ്മൽ ഹുസൈനി ഹുസൈനി കുടുംബത്തിൽപ്പെട്ടവരെ, വയാ അബി എന്റെ പിതാവേ, വബിൽ മുസ്തഫ മുത്ത് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, യാ റബ്ബി റബ്ബേ, ഫീ കുല്ലി ഹാജത്തിൻ എല്ലാ ആവശ്യങ്ങളിലും, ഫയാ റബ്ബി റബ്ബേ യസ്സിർ കുല്ല അംരിൻ തഅസ്സറ പ്രയാസകരമായ എല്ലാ കാര്യവും യസ്സിർ എളുപ്പമാക്കി തരണേ, ബി ബറക്കത്തി മുഹിയുദ്ദീൻ മുത്തു മുഹിയുദ്ദീന്റെ ബർക്കത്തിനാൽ, മിൻ ഗൈരി മുഹ്ലത്തിൻ താമസം വിനാ, ഫയാ റബ്ബി റബ്ബേ ലയ്യിൻ മൃദുലമാക്കി തരണേ, കുല്ല ഖൽബിൻ ശദീദത്തി കടുകട്ടിയുള്ള എല്ലാ ഹൃദയങ്ങളും, ബി ബറക്കത്തി മുഹിയുദ്ദീൻ മുത്തു മുഹിയുദ്ദീന്റെ ബർക്കത്തിനാൽ, ശൈഖിൽ ബരിയത്തി ലോകരുടെ ശൈഖായ. ഫയാ റബ്ബി ഫത്തിഹ് തുറന്നു തരണേ, കുല്ല ബാബിൻ മുഗല്ലഖിൻ അടഞ്ഞുപോയ എല്ലാ വാതിലുകളും, ബി ബറക്കത്തി മുഹിയുദ്ദീൻ മുഹിയുദ്ദീൻ മുത്തു മുഹിയുദ്ദീന്റെ ബർക്കത്തിനാൽ, ഫാത്തിഹി ഖുഫ്ലത്തി എല്ലാ പൂട്ടുകളും തുറക്കുന്നവരെ, ഫയാ റബ്ബി ഫർരിജ് കുല്ല കർബിൻ ശദീദതി എല്ലാ വളരെ കഠിനമായ പ്രയാസങ്ങളും ആ പ്രയാസങ്ങൾ അകറ്റിത്തരണേ, ബി ബറക്കത്തി മുഹിയുദ്ദീൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ ബർക്കത്തിനാൽ, ഫാരിജി കുർബത്തി പ്രയാസങ്ങളൊക്കെ അകറ്റുന്നവരെ, ഫയാ റബ്ബി റബ്ബേ ഹാരിസ് കാവല് നൽകണേ, കുല്ലദായിൻ അദീമത്തി മഹാ എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും, ബി ബറക്കത്തി മുഹിയുദ്ദീൻ മുത്തു മുഹിയുദ്ദീന്റെ ബർക്കത്തിനാൽ, ദാഫിഇ ഇല്ലത്തി രോഗങ്ങളെ തടയുന്നവരെ, ഫയാ റബ്ബി റബ്ബേ സല്ലിംന ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഫമിൻ കുല്ലി ആഫത്തിൻ എല്ലാ ആഫത്തിൽ നിന്നും, വമിൻ കുല്ലി മറദിൻ എല്ലാ രോഗങ്ങളിൽ നിന്നും, സുമ്മ കുല്ലി ബലിയത്തി എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, വകുല്ലി വബാഇൻ എല്ലാ പടരുന്ന രോഗങ്ങളിൽ നിന്നും, സുമ്മ വഫഖരി വഫാഖത്തി ദാരിദ്ര്യത്തിൽ നിന്നും, ബി ബറക്കത്തി മുഹിയുദ്ദീൻ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, കാശിഫി ഉമ്മത്തി വിഷമങ്ങൾ അകറ്റുന്നവരെ, തവസ്സുലുനാ ഹഖൻ ബി മുഹിയിൽ ദീനിനാ ഞങ്ങളുടെ ദീനിന്റെ മുഹിയുദ്ദീനായിട്ടുള്ള അവരുടെ ഹക്ക് കൊണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ തവസ്സുലാക്കുകയാണ്, ഇലൈക നിന്നിലേക്ക്, ഫഅതി അതുകൊണ്ട് നീ നൽകണേ, കുല്ല ഖൈരിൻ എല്ലാ നന്മകളും, ബിസുറഅത്തിൻ എത്രയും പെട്ടെന്ന്, ഫഅൻതല്ലദീ റബ്ബേ നീയല്ലേ, ആഹദ്തഹു കരാർ ചെയ്തത്, വവഅദ്തഹു വാക്ക് തന്നത്, ബിഅല്ലാ തറുദ്ദ സായിലീന ബിഖൈബത്തി ചോദിക്കുന്നവരെ നിരാശപ്പെടുത്തൂലാന്ന്, ബിശൈഖിക മുഹിയുദ്ദീൻ അബ്ദിൽ ഖാദിരി ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് കൊണ്ട്, ഫയാ റബ്ബി യസ്സിർ കുല്ല ഉസ്രിൻ എല്ലാ ഉസ്ർ പ്രയാസങ്ങളും എളുപ്പമാക്കണം, ബിസുറഅത്തിൻ പെട്ടെന്ന്, ഇലൈക തവസ്സൽനാ ബിജാഹി വലിയിക നിന്റെ വലിയന്റെ സ്ഥാനം കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുകയാണ്, അതുപോലെ വജാഹി ജമീഇൽ ഔലിയാഇൽ അജില്ലത്തി എല്ലാ മഹത്വമാർന്ന ഔലിയാക്കളുടെ ജാഹു കൊണ്ടും, അഊദു ബികല്ലാഹുമ്മ മിൻ കുല്ലി ഹാസിദി എല്ലാ അസൂയാലുക്കളിൽ നിന്നും ഞങ്ങൾ കാവല് ചോദിക്കുകയാണ്, വമിൻ ശർരി ശൈത്വാനിൻ ശൈത്താന്റെ ഷർറിൽ നിന്നും, വമിൻ കുല്ലി ഫിത്നത്തി എല്ലാ ഫിത്നയിൽ നിന്നും, വഇന്നി ഉബൈദുൻ ആജിസുൻ ദൂ ബലിയത്തി എളിയ അടിമയാണ് ഞാൻ, ആജിസുൻ
കഴിവില്ലാത്ത, ദുബലിയത്തിൻ പ്രയാസങ്ങൾ നേരിടുന്ന അടിമയാണ്. ബിബറകതിഹി ഗൗസുല്ലാദൻ തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് കൊണ്ട് ഇക്ഷിഫ് യാ റബ്ബി കുല്ല ബലി, എല്ലാ പ്രയാസങ്ങളും ബലിയത്ത് അകറ്റിത്തരണം. ബിഹിക്ഷിഫ് യാ മൗലായ, മൗലായ മൗല എന്നവരെ അകറ്റിത്തരണേ. മറദി രോഗവും വഇല്ലത്തി ബി ഔലാദിഹിൽ ഖുറമായി, അവിടുത്തെ മക്കളുടെ ബഹുവന്യരായ മക്കളുടെ ബർക്കത്ത് കൊണ്ട്. ദവിൽ കറാമത്തി, കറാമത്തുടയ മുത്ത് റസൂലുള്ളാഹിന്റെ അവിടുത്തെ സഹാബാക്കൾക്കും ആലിനും അവിടുത്തെ മക്കൾക്കും എല്ലാം സലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവിടത്തോട് കാവൽ ചോദിക്കുന്ന വളരെ ബൃഹത്തായ വരികളാണത്. അതാണ് നമ്മൾ ചൊല്ലുന്നത്. ഗൗസുല്ലാദം തങ്ങളുപ്പാപ്പാന്റെ എല്ലാ തിരുനോട്ടങ്ങൾക്കും വിധേയരായ നമ്മളുടെ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ തിരുനോട്ടങ്ങൾക്ക് വിധേയരായ യഥാർത്ഥ മുരീദന്മാരിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.